ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഊഞ്ഞാപ്പാറ. ഇതാണ് യൂട്യൂബ് ഇറങ്ങിയ കാലഘട്ടത്തിൽ ഏറ്റവും ഹിറ്റായത്, ഏറ്റവും വൈറലായതുമായ ഒരു സ്പോട്ടാണ് ഊഞ്ഞാപ്പാറ എന്ന് പറയുന്നത്. നമ്മളൊന്ന് യൂട്യൂബ് അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏതാണ്ട് 2016-2017 കാലഘട്ടത്തിൽ യൂട്യൂബ് വഴി വൈറലായ കേരളത്തിലെ ആദ്യ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. വലിയ ടൂറിസ്റ്റ് സ്പോട്ടല്ല, ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഊഞ്ഞാപ്പാറ. ഈ ചൂട് അറ്റ്മോസ്ഫിയർ എറണാകുളം ജില്ലയിലും തൃശ്ശൂരുമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നൊരു അക്വഡേറ്റ് ഉണ്ട്. ഈ ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ കുറച്ച് ബാക്കിലോട്ട് വരുന്ന ഒരു അക്വഡേറ്റിൽ കുളിക്കാനും അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ വന്ന സ്ഥലമാണ് ഊഞ്ഞാപ്പാറ എന്ന് പറയുന്നത്. കോതമംഗലത്ത് നിന്ന് 15 രൂപ ബസ്സിന് ടിക്കറ്റ്. ഒരു 8 കിലോമീറ്റേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ ചെറിയൊരു ഏരിയയിൽ കാണാം. ഇവിടെ ഒരു ചെറിയ ടൗണുണ്ട്, ചെറിയ ടൗൺ, അധികം കാര്യങ്ങളൊന്നുമില്ല. ചെറിയ 2 പള്ളി, അവിടെ ഒരു ചെറിയ LP കിൻഡർ ഗാർഡൻ സ്കൂൾ, ചെറിയ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇപ്പം ചൂട് ക്ലൈമറ്റ്, ഇവിടെ മാതാവിൻ്റെ ഒരു കുരിശടി. ചൂട് ക്ലൈമറ്റിൽ നിന്ന് താൽക്കാലിക രക്ഷ നേടാനും കുറച്ച് കാഴ്ച ആസ്വദിക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും കപ്പിൾസിനും വരാൻ പറ്റി ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടിലെ കാഴ്ചകളിലോട്ട് പോകാം. ഇറ്റ്സ് മീ എക്സ്പ്ലോറിംഗ് അജയ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മൈ ചാനൽ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. എനിക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളായിട്ടാക്കി തരണം. കാഴ്ചകളിലോട്ട് പോകാം. ഇതാണ് മാർത്തോമ LP സ്കൂൾ. അവിടെ ഒരു ചർച്ച് കാണാം, മലങ്കര മാർത്തോമ സുറിയാനി സഭ. ചെറിയൊരു ചാപ്പൽ, മാതാവിൻ്റെ ഒരു കുരിശടി, പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഉൾഗ്രാമമാണ്, അത്ര ഉള്ളല്ലേ, കോതമംഗലത്തു നിന്ന് അധികം ദൂരമില്ല, എന്നാൽ ഇത്തിരി പഴമയൊക്കെ നിലനിന്ന് പോകുന്ന സ്ഥലം. ഇവിടെ ഏത് സമയം ബസ്സുണ്ട് അങ്ങോട്ട്, കീരമ്പാറ റൂട്ട്, ചേരാട് വരുന്ന വഴി. ഇതിൻ്റെ അപ്പുറമാണ് ഭൂതത്താൻകെട്ടെന്ന് പറയുന്നത്. ഇതാണ് ഊഞ്ഞാപ്പാറ അക്വഡേറ്റിലെ കാഴ്ചകൾ. ഇത് ഡാമിൽ നിന്ന് വരുന്ന ഒരു വെള്ളമാണ്. ഇതിൻ്റെ കറക്റ്റ് മെക്കാനിസം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതൊരു വയൽ, ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഊന്നുകല്ല് ഒരു പഞ്ചായത്ത് വഴി കൂടെ നമുക്ക് ചെല്ലാൻ പറ്റും. ഇത് കോതമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൗൺ ആണെങ്കിൽ അതിൻ്റെ ഒരു 5 കിലോമീറ്റേഴ്സ് വിട്ടുക കഴിഞ്ഞാൽ ഇത് ഉൾനാടൻ ഗ്രാമങ്ങൾ പോലെ തന്നെയാണ്. പാലക്കാടൊക്കെ കാണുന്ന പോലെ നല്ല ആൾക്കാർ. ഇവിടെ ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല, നീന്തലിറങ്ങത്തില്ല എന്നൊരു ഗുണങ്ങളുണ്ട്. അധികം വെള്ളത്തിച്ചാട്ടമില്ല. ഇവിടെ വയൽ കാണാം, കൃഷിത്തോട്ടം, ജാതി, കർഷകരായ ആൾക്കാർ, നല്ല കുറേ കാഴ്ചകൾ. അക്വഡേറ്റ്. ഈ അക്വഡേറ്റിൽ ഇപ്പം കുളി നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ അപകടങ്ങളും പിന്നെ നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഒക്കെ പണ്ടുണ്ടായിരുന്നു. ഒരുപാട് പേര്, കണക്കില്ലാത്ത ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഗ്രാമം, കൃഷിയിടം, വയൽ, തെങ്ങ്, ജാതി. നമ്മൾ ഈ ഉൾനാടൻ ഗ്രാമങ്ങളിലെ കാഴ്ച. ദേ ഒരു പയ്യൻ സൈക്കിളോട്ടി പോകുന്നു. ഇത് ഈ അക്വഡേറ്റിൽ ഇപ്പോൾ ഇറങ്ങരുതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഊഞ്ഞാപ്പാറ. ഇവിടെ ഇപ്പോൾ കുളിക്കാൻ ഇറങ്ങാൻ പാടില്ല. അവിടെ അസിസ്റ്റൻ്റ് എൻജിനീയറിൻ്റെ അറിയിപ്പും മറ്റും കാര്യങ്ങളുണ്ട്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, ഒരു ഗ്രാമാന്തരീക്ഷം. ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനേക്കാൾ ഉപരി ഇത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഫാമിലിയായിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം, കപ്പിൾസിന് വരാം, ഫോട്ടോഷൂട്ട് നടത്താം, സേവ് ദ ഡേറ്റ് എടുക്കാം. നല്ല കാഴ്ചകൾ ഇവിടെ. ഒരു ഗ്രാമത്തിലൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള, അധികം വളവ് തിരിവില്ലാത്ത ഒരു റോഡ്. ഊഞ്ഞാപ്പാറ വന്നിട്ട് അവിടെ നിന്നൊരു 300 മീറ്റർ ഉള്ളിലോട്ട് ഇവിടെയാണ് ഈ അക്വഡേറ്റ് ഉള്ളത്. ഇവിടെ കുളി നിരോധിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ആൾക്കാരിപ്പം കുറവാണ്. നല്ല കാഴ്ചകൾ കണ്ടു, നല്ലൊരു എക്സ്പീരിയൻസ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു 1 hour 2 hour സ്പെൻഡ് ചെയ്യാൻ പറ്റും. എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ഈ ജില്ലയിലുള്ള ആൾക്കാർക്ക് കോതമംഗലത്ത് നിന്ന് ഇവിടെ അറ്റ് ടൈം നിങ്ങൾക്ക് 1 ഡേയിലൊരു 3 or 4 ടൂറിസ്റ്റ് സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫുഡ് സ്പോട്ടുകളുണ്ട് കോതമംഗലത്ത്. പിന്നെ നല്ല കള്ള് ഷാപ്പുണ്ട്, ഷാപ്പിലെ കറികൾ ആസ്വദിക്കാം.
അപ്പം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എങ്ങനെയെങ്കിലും ഒരു 10K സബ്സ്ക്രൈബേഴ്സിലെങ്കിലും ഉടനെ എത്തണം. താങ്ക് യു for watching me. It's me exploring Ajay. Please follow and subscribe my YouTube and Instagram. Please subscribe this YouTube channel. ഈ കാണുന്നതാണ് ഊഞ്ഞാപ്പാറ കവല. ഇവിടെ കുറച്ച് കടകളും ചായക്കട ആയിട്ട് ചെറിയൊരു ഗ്രാമം അതിലുള്ള ചെറിയൊരു ടൗൺ. വണ്ടി നല്ല സ്പീഡിലാണ് വരുന്നത്. ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ വരുന്നുണ്ട്. കാണാൻ ആൾക്കാരും ഉണ്ട്.